Hi friends, welcome back to Leah Vlogs. Fried chicken റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. ഏത് പീസായാലും കുഴപ്പമില്ല. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടി ചേർത്ത് കൊടുക്കുക. ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 4 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് തയ്യാറാക്കി എടുക്കുക. അതിനുവേണ്ടി 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ട പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ആ കോട്ടിംഗ് പൗഡറിലിട്ടിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ആ എഗ്ഗിൻ്റെ മിക്സിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. വീണ്ടും ആ പൗഡറിലിട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് കുത്തനെ പിടിച്ചിട്ട് തട്ടി കൊടുക്കണം. നമ്മൾ തട്ടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലുള്ള ആ ക്രിസ്പി ആയിട്ടുള്ള ലെയർ നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ എല്ലാ ചിക്കൻ പീസും നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റണം.